44 യൂണിവേഴ്സിറ്റിയുള്ള ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് 9 യൂണിവേഴ്സിറ്റി വേൾഡിലെ ടോപ്പ് 100 ആണ്. 1400-ലധികം യൂണിവേഴ്സിറ്റിയുള്ള ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും വേൾഡ് ടോപ്പ് 100-ലില്ല. ഇപ്പം ട്രംപിനെ പോലെ ഒരാൾ വന്നിട്ട് റൂൾസ് ചെയ്യുന്നു, നാളെ നിങ്ങൾ നിൽക്കേണ്ട, ദർ ഇസ് നോ പോസിബിലിറ്റി ഇത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ഡിഗ്രി ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണെങ്കിൽ, റിക്കഗ്നൈസ്ഡ് ആണെങ്കിൽ, നമുക്ക് ആ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ലോകത്തിൻ്റെ ഏത് പാർട്ടി പോയാലും നമുക്ക് സർവൈവ് ചെയ്യാം. അപ്പോൾ ഈ അവിടെ പോയി ജോലി എടുത്ത് പഠിക്കാം എന്ന് പറയുന്നത് 100% ശരിയല്ല. ജോലി എടുക്കാം, പക്ഷെ ജോലി എടുത്ത് മുഴുവൻ പഠിക്കാമെന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റില്ല. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അല്ല, അത് പിന്നെ ജോലി എടുപ്പിലാവും, പഠിത്തം ഉണ്ടാവില്ല. അതെ, അങ്ങനെ വരുമ്പോൾ പഠിക്കാനുള്ള കാര്യം ബുദ്ധിമുട്ട് വളരെയായിട്ട് കൂടുതലല്ല. കാര്യം നമുക്കിവിടെ പഠിക്കണം, നമുക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്യണം, കുക്ക് ചെയ്യണം, പിന്നെ ജോലി ചെയ്യണം, ഇതെല്ലാം അസൈൻമെൻറ്റ്സ് ചെയ്യണം, എല്ലാം ചെയ്യാൻ പറ്റും. ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു ബാലൻസ് ഉണ്ട്. സ്ട്രൈക്കിങ് എ ബാലൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് വരുന്ന പ്രശ്നം, നമുക്ക് ഇത്രയും പൈസ ഒരിക്കലും അവിടുന്ന് ഫുൾ ഫീസ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചില രാജ്യം പലരും പറയുന്നത് അങ്ങനെയാണ്. ഈ സ്കോളർഷിപ്സ് ഒക്കെ കിട്ടുമോ? സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട്, അക്കാഡമിക് ബേസ് സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കിട്ടുന്ന സ്കോളർഷിപ്സ് ആണ്. അല്ലാതെ കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്ന US-ലാണ്. US-ൽ ബേസിക്കലി ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ്, റിസർച്ച് അസിസ്റ്റൻഷിപ്പ്, ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പ്, പിന്നെ അങ്ങനെ കുറേ ഫിനാൻഷ്യൽ എയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അതവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് പേർക്ക് കിട്ടുന്നുമുണ്ട്. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് ആക്ച്വലി സ്കോളർഷിപ്പിനേക്കാളും കൂടുതൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്ന വേർഡ് ബേഴ്സറിയാണ്. ഇപ്പം നമുക്ക് ഒരു 80% മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചില യൂണിവേഴ്സിറ്റി അവരുടെ ട്യൂഷൻ ഫീസിൽ 20% സ്കോളർഷിപ്പ് കൊടുക്കും, ബേഴ്സറി കൊടുക്കും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്കോളർഷിപ്പും ബേഴ്സറിയും തമ്മിലുള്ള സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി അക്കാഡമിക് സ്കോളർഷിപ്പ്, വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതെന്ന് പറയുന്നത് ബേസിക്കലി എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് ബേസിക്കലി നമ്മൾ അപ്ലൈ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ പല യൂണിവേഴ്സിറ്റിയും ബൈ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അതിനോട് ഇത് ബേഴ്സറി എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കാഡമിക് നോക്കിയിട്ട് അവർ തരുന്നതാണ്. നമുക്ക് കൂടുതൽ ഇത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ മാർക്ക് വരും. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് $100,000 ആണെങ്കിൽ അതിൽ സ്കോളർഷിപ്സ് ഇഷ്യൂഡ് 25%, ബാക്കി ഫീസ് ടു ബി പെയ്ഡ് 75,000. പക്ഷേ ഇതിന് പുറമെ വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് പോലുള്ള മറ്റുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിന് വളരെ സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് മാർക്കുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. അതിൻ്റെ കൂടുതൽ നമുക്ക് സ്കോളർഷിപ്പ് എന്ന് പറയാം. ഇതിനെ സ്കോളർഷിപ്പ് എന്ന് പറയാം, ബട്ട് ടെക്നിക്കലി കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ബേഴ്സറിയാണ്. അല്ല, ഈ സ്കോളർഷിപ്പും ഇത് എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു സ്റ്റഡി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കത് വേറെ രീതിയിലുണ്ട്. ഇപ്പം നമുക്ക് 100% സ്കോളർഷിപ്പ് കിട്ടിപ്പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റുഡൻസിന് 100% സ്കോളർഷിപ്പ് കിട്ടി പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് കിട്ടി 50% സ്കോളർഷിപ്പ് കിട്ടി പോകുന്നവർക്കുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ് സ്റ്റുഡൻസ് മാത്രമേ, വളരെ കുറച്ച്. ഇപ്പം നമുക്ക് ഒരു വർഷം കിട്ടുന്നത് 3 പേർക്കോ 4 പേർക്കോ ആയിരിക്കും. ബാക്കിയുള്ള 10, 150, 200 പേർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ 10%, 15%. പക്ഷേ ഈ 2-3 പേരുടെ കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും ക്യാമ്പയിൻ മുഴുവൻ നടക്കുന്നത്. അതെ, അതിൽ അട്രാക്റ്റഡ് ആയിട്ട് നമുക്കെല്ലാം കിട്ടുമെന്നും പറഞ്ഞ് പോയി ചാടും. അല്ല, അങ്ങനെ പോകുന്നതിന് മുമ്പാണല്ലോ ഇത് കിട്ടുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അല്ല, അവിടെ ചെന്നിട്ട് കിട്ടുക എന്നുള്ള കാര്യം അത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. അല്ല, ഇപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകളും കുട്ടികളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണം എന്ന് വെച്ചിട്ട് വീടും പറമ്പും ഒക്കെ പണയം വെച്ച് എഡ്യൂക്കേഷണൽ ലോണൊക്കെ എടുത്ത് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം. എഡ്യൂക്കേഷൻ ലോണിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ അപ്രൂവ് ചെയ്യുന്നത്. നമ്മളൊരു 50 ലക്ഷം രൂപയുടെ എഡ്യൂക്കേഷൻ ലോൺ അപ്രൂവ് ചെയ്തു. അതിൻ്റെ അർത്ഥം നമ്മൾ 50 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഉടനെ ക്രെഡിറ്റ് ചെയ്യുകയല്ല. അതൊരു ഓവർ ഡ്രാഫ്റ്റ് പോലെ നമുക്ക് കിട്ടിയ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. നമ്മളത് എടുക്കുന്ന എമൗണ്ടിന് മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ലയബിലിറ്റി ഉള്ളൂ. അപ്പോൾ ചെയ്യാവുന്ന കാര്യം, നമ്മളൊരു അക്കാഡമിക് പ്ലാനിങ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പെൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ എൻ എഡ്യൂക്കേഷൻ ലോൺ. അപ്രൂവ് ചെയ്തിട്ടേക്കുക. ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ, ഫോർ എക്സാമ്പിൾ, അവർക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ യൂസ് ചെയ്യാം. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ആസ് എ റെസ്പോൺസിബിൾ കൺസൾട്ടൻസ് ഞങ്ങൾ എപ്പോഴും എംഫസിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മളെല്ലാം ലോൺ എടുത്തായിരിക്കും പോവുക. ഏത് രാജ്യത്ത് പഠിക്കാൻ പോയാലും നിങ്ങളുടെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അവിടുന്ന് തന്നെ റിക്കവർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അതിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും ഓസ്ട്രേലിയ പോകുന്നൊരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ 2 മുതൽ 5 വർഷം വരെ വർക്ക് പെർമിറ്റ് ഉണ്ട്. 5 വർഷം അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി നമ്മളെടുത്ത ട്യൂഷൻ ഫീസ് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ഇരട്ടി തിരിച്ചുണ്ടാക്കാമല്ലോ. ഇപ്പം UK പോലും അപ്രോക്സിമേറ്റ്ലി 1.5 വർഷം വർക്ക് പെർമിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട്
ആ 1.5 വർഷം അവിടുത്തെ മിനിമം വേജ് വെച്ച് വർക്ക് ചെയ്താൽ പോലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റും. അപ്പം ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്. നമ്മൾ ഒരിക്കലും ലയബിലിറ്റി ആവരുത് പഠിക്കാൻ. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഈ കോഴ്സ് കഴിഞ്ഞ് 1.5 വർഷം അവിടെ നിൽക്കാൻ സംവിധാനം ഉണ്ടോ? ഞങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മാത്രമേ സെലക്ട് ചെയ്ത് സ്റ്റുഡൻസിനെ വിടാറുള്ളൂ. ഇപ്പം US OPT എന്ന് പറയുന്നത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ നിൽക്കാൻ പറ്റും. ഓസ്ട്രേലിയയിൽ 2 വർഷം മുതൽ 5 വർഷം വരെ നിൽക്കാൻ പറ്റും. ന്യൂസിലൻഡിൽ 3 വർഷം വരെ നിൽക്കാൻ പറ്റും. UK 1.5 വർഷം 18 മാസം വരെ. കാനഡയിലും 3 വർഷം വരെ നിൽക്കാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും നമുക്കിങ്ങനെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസാസ് ഉണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ. പിന്നെ രണ്ടാമത്തെ അഡ്വൈസ് ഞങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും കഴിവതും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ചൂസ് ചെയ്യുക. നമ്മളൊരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോയി കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒരു മേജർ ഫാക്ടറാണ്. എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കറൻസിയിൽ ഒരു 60,000-70,000 രൂപയില്ലാതെ നമുക്കൊരു മാസം അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പെർമിഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഓഡ് ജോബ്സ് ചെയ്താൽ പോലും പാർട്ട് ടൈം ജോബ്സ് ചെയ്താൽ പോലും നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയാതെ ഒരു അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇതൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് യു ടു ഗുഡ് ഇൻ ലേണിംഗ് ലാംഗ്വേജസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനി പോകുന്ന ഒരാൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ ഒരു B2 ലെവൽ പ്രൊഫഷൻസി എടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ അങ്ങനെ ആ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി എടുക്കാനുള്ള സ്കില്ല് എല്ലാവരെ കൊണ്ടും പറ്റില്ല. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ 15-16 വർഷമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ഇംഗ്ലീഷിന് B2 ലെവൽ പ്രൊഫഷൻസി എടുക്കാൻ പറഞ്ഞാൽ പകുതി ആൾക്കാർ നിർത്തിയിട്ട് പോകും. ആ കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു പുതിയ ലാംഗ്വേജ് 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പറ്റുന്നവരുണ്ട്. നമ്മൾ അത്രയും ഡെഡിക്കേഷൻ ഉള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവരെടുത്ത് കഴിയുമ്പം ഇതാണ് വരുന്ന പ്രോബ്ലം. പിന്നെ നമ്മളൊരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇല്ലാതെ നമുക്കവിടെ ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഗോ ടു ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ഓൾവേസ് പോസിബിൾ. അതായത് ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഗ്ലോബലിൽ അത് മാത്രമല്ലേ ഉള്ളൂ. അതായത് കോഴ്സ് കഴിഞ്ഞാൽ 2-3 വർഷം ജോലി ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ ഓപ്റ്റ് ചെയ്യുക. അതെ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉള്ള ഓപ്ഷൻസ് രാജ്യങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഞങ്ങൾ എപ്പോഴും പറയുന്നത് കഴിയുന്നതും ഇൻ്റർനാഷണലി റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കഴിവതും IIT അല്ലെങ്കിൽ IIM അതേ റാങ്കിങ്ങിൽ അതിനെക്കാട്ടിലും മികച്ച റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ഇവോൾവിംഗ് വേൾഡ് എക്കണോമിയിൽ നാളെ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. നമ്മൾ പോയി പഠിക്കുന്നു, അത് കഴിഞ്ഞ് 3-4 വർഷം വർക്ക് ചെയ്യുന്നു. ഇപ്പം ട്രംപിനെ പോലെ ഒരാൾ വന്നിട്ട് റൂൾസ് ചെയ്യുന്നു, നാളെ നിങ്ങൾ നിൽക്കേണ്ട, ദർ ഇസ് നോ പോസിബിലിറ്റി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ഡിഗ്രി ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണെങ്കിൽ, റിക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ആ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ലോകത്തിൻ്റെ ഏത് പാർട്ടി പോയാലും നമുക്ക് സർവൈവ് ചെയ്യാം. മിഡിൽ ഈസ്റ്റിൽ വളരെ അക്സെപ്റ്റഡ് ആണ് ഇങ്ങനത്തെ ഡിഗ്രി. മറ്റുള്ള രാജ്യങ്ങളിൽ ഇമിഗ്രേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ ഇന്ത്യ വന്നാൽ പോലും ഒരു MNCയിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ആ ഡിഗ്രി ഒരു വേൾഡ് ക്ലാസ് ഡിഗ്രി ആണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ എക്സ്പോഷർ എല്ലാം വെച്ച് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞങ്ങൾ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഡിപ്ലോമയ്ക്കോ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളെ വിടാറില്ല. അപ്പം ഇങ്ങനെ 3-4 പോയിന്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. കാര്യം നമ്മുടെ ഡിഗ്രി ഇൻ്റർനാഷണൽ റിക്കഗ്നൈസ്ഡ് ആണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ 2-3-4 വർഷം ഇങ്ങനെ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ താമസിച്ച് പഠിച്ച് ജോലി ചെയ്യാൻ പറ്റും. ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല അവർക്കുണ്ടാകുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ ഒരു കോൺഫിഡൻസ് ലെവല്, ഇതെല്ലാം അവരുടെ കരിയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ഇപ്പോൾ ഈ ട്രെൻഡൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടല്ലേ? നമ്മൾ 2 വർഷം മുമ്പ് സംസാരിക്കുന്ന 2 വർഷം മുമ്പ് കണ്ടതിനെക്കാട്ടിലും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കുറവ് വന്നിട്ടുണ്ടോ? സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. എന്താ കാര്യം? കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ട്രെൻഡ് വന്ന സമയത്ത് ഇവിടുന്ന് 10,000-കണക്കിന് കുട്ടികളാണ് വിദേശത്ത് പഠിക്കാൻ പോയത്. അതൊന്നും ഈ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങോ ഒന്നും ഉണ്ടായപ്പോഴല്ല.
ഏത് കോഴ്സിനാണ് പോയെന്ന് പോലും പലർക്കും അറിയില്ല. അങ്ങനത്തെ കോഴ്സൊക്കെ എടുത്ത് പോയ പല ആൾക്കാരും ഇപ്പം ഒരു തിരിച്ചു വരുന്ന ഒരു സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ്സ് പൂർത്തിയാക്കാതെ പോലും കോഴ്സ് പൂർത്തിയാക്കിയവർ പോലും അവർക്ക് ബേസിക്കലി ഫർദർ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ജോലി ഒന്നും കിട്ടാതെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു കൺസേൺ ആയിട്ട് വരും. അതുകൊണ്ട് പലരും ഒരു ട്രെൻഡിൻ്റെ പുറത്ത് പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡിൻ്റെ പുറത്ത് പോകുന്ന ഒരാൾക്കാരില്ല. പഠിക്കാനായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട്. ആ ഒരു കാറ്റഗറി ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. അവർ ബേസിക്കലി പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താ, ഇന്ത്യക്കാട്ടിലും അല്ലെങ്കിൽ IIT-ക്കാട്ടിലും റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക, അവിടെ നിന്ന് നമുക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പീരീഡിൽ നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ ഒരു PR-ന് അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നു. നമുക്ക് ആ ഡിഗ്രി വെച്ചിട്ട് വേറെ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ PR പലരുടെയും ലക്ഷ്യമാണ്. നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിസൺ ആവാം, എൻ്റെ ഭാവിയിൽ എൻ്റെ പേരൻസിനെ അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുപോകാം എന്നൊക്കെ കരുതി പോകുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് കുറഞ്ഞ് നമുക്ക് PR ഫ്രണ്ട്ലി കൺട്രീസ് എന്ന് പറഞ്ഞ ചില രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കാനഡ ഒരു PR ഫ്രണ്ട്ലി കൺട്രി. കാനഡ ഒരു വാസ്റ്റ് ഏരിയ ആണ്, ജനസംഖ്യ കുറവാണ്. അതെ, ഈവൻ ഓസ്ട്രേലിയ പോലെ. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ടെക്നിക്കലി ഇന്ത്യയുടെ 2.5 ഇരട്ടി വലിപ്പമുണ്ട്. പക്ഷേ പോപ്പുലേഷൻ എടുക്കുമ്പോൾ കേരളത്തിൻ്റെ പകുതിയേക്കാളും കുറച്ച് കൂടുതൽ. അതെ അതെ. അപ്പോൾ അവർക്ക് ബേസിക്കലി ദേ ഹാവ് സ്കിൽ ഷോർട്ടേജും ഉണ്ട്, പോപ്പുലേഷൻ ഷോർട്ടേജും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോയി കഴിയുമ്പോൾ എനിക്കൊന്ന് ഓസ്ട്രേലിയയുടെ ഒരു വർഷത്തെ ഇമിഗ്രൻ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമറ്റ്ലി 1.5 to 2 lakhs ആണ്. അപ്പം അതിലവർ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുന്നത് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവർക്കാണ്. അവർ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ വന്ന് പഠിച്ച് അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെറും 44 യൂണിവേഴ്സിറ്റിയുള്ള ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് 9 യൂണിവേഴ്സിറ്റി വേൾഡിലെ ടോപ്പ് 100 ആണ്. 1400-ലധികം യൂണിവേഴ്സിറ്റിയുള്ള ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും വേൾഡ് ടോപ്പ് 100-ലില്ല. അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ബെറ്ററാണ്. അപ്പം അവിടെ വന്ന് അവിടുത്തെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് അവിടുത്തെ വർക്ക് കൾച്ചറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ഒരു ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ നാച്ചുറലി അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ PR കിട്ടാനായിട്ട്. അപ്പം അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ഡസൻ മിസ് ഇതെല്ലാം നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പഠിക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് 100% PR കൊടുക്കുന്ന ഒരു രാജ്യവും ലോകത്തിൽ. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. ഇറ്റ്സ് ഓൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നമ്മൾ പോകുക, പഠിക്കുക എന്നുള്ളത് ഫസ്റ്റ്. പഠിച്ച് കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ചെയ്യുക, ഭംഗിയായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യുക, എന്നിട്ട് ആ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ സമയത്ത് PR-ന് വേണ്ടിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക. അത് സക്സസ്ഫുള്ളി ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, നല്ല ശതമാനം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് PR കിട്ടാം. ഇപ്പം ചില രാജ്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UK പോലുള്ള രാജ്യങ്ങൾ അത്ര PR ഫ്രണ്ട്ലി അല്ല. കാര്യം അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 18 മാസം 18 months പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം. ജോബ് സെർച്ച് ചെയ്യുകയാണ്, ജോബ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വർക്ക് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി 2 വർഷത്തേക്കായിരിക്കും വർക്ക് വിസ കിട്ടുക. അത് ഫർദർ 3 years എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ 5 years കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ടു മീറ്റിംഗ് ദ മിനിമം സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. ഈ പലരുടെയും സ്വപ്നം ഈ അമേരിക്കയാണ്. അമേരിക്കയിലെ സാധ്യതകൾ മങ്ങിയോ ട്രംപ് വന്നതിന് ശേഷം? മങ്ങിയിട്ടുണ്ട്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനാണ്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു ടോക്ക് അബൌട്ട് 5 to 10 years ബാക്ക്, ഇന്ത്യയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അമേരിക്കയിലാണ്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ ട്രംപിൻ്റെ കാര്യം ഒരു കൺസിസ്റ്റൻസി ഇല്ലല്ലോ, കക്ഷിയുടെ പോളിസിയിൽ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് അവിടെ പോകുന്ന സ്റ്റുഡൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വിസ ഇൻ്റർവ്യൂ ഉണ്ട്. ആ വിസ ഇൻ്റർവ്യൂവിന് അപ്പോയിൻമെൻറ്റ്സ് പോലും കൊടുക്കാറില്ല അവർ. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക, പക്ഷേ ഡേറ്റ്സ് ഇല്ല ഇൻ്റർവ്യൂവിന്. അപ്പം അങ്ങനെ കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ചില ഇപ്പോഴത്തെ ജെൻസി കിഡ്സിൽ വളരെ സ്മാർട്ടായിട്ട് ഇപ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ട്, ഇത് 2027 ഞാൻ പോകുന്നത്, ഞാൻ പഠിച്ചു തീരുന്നത് 2030-ലായിരിക്കും. 30 കഴിഞ്ഞിട്ട് എനിക്ക് 3 വർഷം വർക്ക് പെർമിറ്റ് ഉണ്ട്. 2033 2029 ആകുമ്പോഴത്തേന് ട്രംപിൻ്റെ ടൈം കഴിയും. അത് കഴിഞ്ഞൊരു എക്കണോമിക് ബൂം ആയിരിക്കും. കാരണം ഇത്രയും വർഷമായിട്ട് അവിടെ റിക്രൂട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന എക്കണോമിക് ബൂം എന്തായിരിക്കും? അതൊരു പോസിബിലിറ്റി ആണല്ലേ? സത്യമാണത്. അതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ. അപ്പോൾ US സെലക്ട് ചെയ്യുന്നത് ബുദ്ധിയാണ്. ഇപ്പോൾ
ബുദ്ധിപരമായൊരു നീക്കമാണ്. പക്ഷേ US പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന അവർ വിളിക്കണം. അത് ഈ ഇന്റർവ്യൂവിന് അപ്പോയിൻമെന്റ് പോലും തരുന്നില്ല. അക്കാഡമിക്കലി കുറച്ച് എബോ ആവറേജ് ആയിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. കാര്യം എംബസിൽ അല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റുമോ സ്റ്റുഡൻസ്? പോകുന്നുണ്ട്, ഞങ്ങൾക്ക് പോകുന്നുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ US വാതിലൊന്നും അടഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലവർ US മാത്രം. ഇപ്പം ചില IIT സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, IIT പാസ്സായിട്ട് ഫർദർ സ്റ്റഡീസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വേൾഡിലെ ടോപ്പ് മൈക്രോസോഫ്റ്റ് എടുത്താലും ഗൂഗിൾ എടുത്താലും IBM എടുത്താലും ഇതിൻ്റെ CEOs ആരാ? എല്ലാം ഇന്ത്യൻസാ, എല്ലാം US പഠിച്ചവരാ. അപ്പോൾ ആ ലെവലിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സുന്ദർ പിച്ചൈ ആണെങ്കിലും ഇപ്പോൾ വാട്സാപ്പിൻ്റെ മേധാവി വന്നിരിക്കുന്നത്. അതെ, അരവിന്ദ് കൃഷ്ണയാണ്. ഇവരെല്ലാം അമേരിക്കയിൽ പഠിച്ചിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ജോലി കിട്ടിയ ആൾക്കാരാണ്. അതുപോലെ അമേരിക്കയിൽ പോയി ഹൈ ലെവൽ ജോബിന് പോകാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എപ്പോഴും US മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അവർ ഇപ്പോഴും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ കൺട്രി ചൂസ് ചെയ്യാറില്ല. US ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, US ഒഫീഷ്യലി 3500+ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒഫീഷ്യലി അതെയോ? 3500 യൂണിവേഴ്സിറ്റികളോ ഉണ്ട്. യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ US പഠിച്ചു കഴിഞ്ഞുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പല യൂണിവേഴ്സിറ്റീസും ടോക്കിംഗ് അബൌട്ട് മാസ്റ്റേഴ്സ് ലെവൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനകത്ത് ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമുക്ക് പ്രൊഫസേഴ്സിൻ്റെ കൂടെ അവരുടെ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ റിസർച്ച് അസിസ്റ്റൻഷിപ്പ് എന്ന് പറയുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിൻ്റെ റിസർച്ചിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പ്, അതായത് അഡ്മിഷൻ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ജോബ്സ് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. ഇങ്ങനെയുള്ള അസിസ്റ്റൻഷിപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ ട്യൂഷൻ ഫീസിൽ അവർക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റിഡക്ഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്റ്റൈഫൻഡ് പോലെ $2,000 to $3,000 ഒക്കെ പേ ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പം അതിനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്, പ്രൊവൈഡഡ് നമ്മൾ അക്കാഡമിക്കലി വളരെ സ്ട്രോങ്ങും ഫോക്കസ്ഡും ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ. അതാണ് US ഒരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് US 3 വർഷം വരെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ STEM സബ്ജക്ട്സ് ആണ് പഠിക്കുന്നതെങ്കിൽ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് ഉള്ള സബ്ജക്ട്സ് ആണ് പഠിക്കുന്നതെങ്കിൽ, നമുക്ക് പഠിച്ചിട്ട് 3 വർഷം വരെ അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. ആ 3 വർഷത്തിനുള്ളിൽ ഒരു H-1B വിസ കണ്ടെത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇന്നത്തെ സിറ്റുവേഷൻ അല്ല പറയുന്നത്, 2029 കഴിഞ്ഞാൽ ആലോചിച്ചാൽ മതി, ട്രംപ് പോയതിന് ശേഷം. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് US ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. US ഈസ് ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും US തന്നെയാണ്. US തന്നെയാണ്.